ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. മോളിവുഡ് ടൈംസിൻ്റെ ടീസർ വന്നിരിക്കുകയാണ്. നസ്ലിനാണ് ലീഡ് റോൾ, അഭിനവ് സുന്ദറിൻ്റെ ഡയറക്ഷൻ. ഈ സിനിമ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു ഒറ്റ പേരാണ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസർ, ജേക്സ് ബിജോയ് മ്യൂസിക്. ബട്ട് എനിക്ക് മറ്റേ മുകുന്ദൻ്റെ ഉണ്ണി അസോസിയേറ്റ്സ്, ഓ മൈ ഗോഡ് മാൻ, ദാറ്റ് വാസ് ഡാർക്ക് ഹ്യൂമർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയൂലേ. എനിക്ക് അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് മോഹിനിയാട്ടം. ഡാർക്ക് ഹ്യൂമർ കാറ്റഗറിയിൽ വരുന്ന സിനിമകളിൽ, അതായത് ഒരു രീതിയിൽ പോലും നമ്മളെല്ലാവരും കാണുന്ന നല്ലവനായ ഉണ്ണി ആ ഒരു ഫോർമാറ്റിനെ ബ്രേക്ക് ചെയ്ത ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ആൻഡ് ഐ ലവ് ദാറ്റ് മൂവി ആൻഡ് ഐ ലവ് ഹൗ ദാറ്റ് മൂവി വാസ് മെയ്ഡ്. സോ അതിൻ്റെ ഡയറക്ടർ വേറൊരു സിനിമയായിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു റേഞ്ച് എന്തായിരിക്കും നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. സോണി മ്യൂസിക് മലയാളത്തിൻ്റെ സാധനമാണ്, കോപ്പിറൈറ്റ് എന്തായാലും കിട്ടും, പാട്ട് തുല്യ എന്നാകട്ടെ, കുഴപ്പമില്ല. നസ്ലിനാണ് ലീഡ്. ഒരുപാട് വേറെ ആൾക്കാരും ഉണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ എനിവേസ് വി ക്യാൻ വാച്ച് ദ ട്രെയിലർ. സൗണ്ട് ഓക്കെ അല്ലേ? ബ്രൈറ്റ്നെസ് ഓക്കെ അല്ലേ? പ്ലേ. എന്തിനാ? മനോജ് നൈറ്റ് ചാമളന്റെ അച്ഛൻ മനോജ് നൈറ്റ് ചാമളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി. അത്രേ ഉള്ളൂ. ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ ബുട്ടേ ഉള്ളൂ. ഹോളിവുഡ് മതി, ബോളിവുഡ് മതി. Starring Nasli. Always be recorded and remembered in history. എന്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അത്രേ ഉള്ളൂ. അതിന് ഓഡിയൻസ് പേടി. ഇത് തന്നെയാണ് എല്ലാ ഡയറക്ടർമാരുടെയും ആഗ്രഹം. അതങ്ങനെയാണ്. മാത്രം പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടും. കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി ഫോർ ഏജസ്. തന്നെ നമ്മളൊരു ഹൊറർ ഷോ ഫ്രെയിമിങ് ഇടാ. എന്താടാ ഇത്? മറ്റേ വെസ് ആൻഡർസന്റെ ഒക്കെ സിനിമ കാണുന്ന ഉണ്ട്, വജ്ജാതി ഫ്രെയിമിങ്. ഒരു സമയത്ത് മനോജ് എം നൈറ്റ് ശ്യാമളൻ്റെ സിനിമ, ഷോ മോനെ, അതാ സിക്സ്ത് സെൻസ്. നിങ്ങൾ എത്ര പേര് പുള്ളിയുടെ ഫിലിമോഗ്രഫി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പുള്ളിയുടെ പടങ്ങളും അങ്ങേര് തരണ ട്വിസ്റ്റൊക്കെ ഉണ്ടല്ലോ. ഹി വാസ് കൺസിഡർഡ് ആസ് ദ നെക്സ്റ്റ് സ്റ്റീഫൻ സ്പിൽബർഗ് ഇൻ ഹോളിവുഡ്. പക്ഷേ എവിടേക്ക് അതങ്ങ് പോയി. ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. എനിക്ക് വെറൊരു ഫിലിം മേക്കറായ പോര സുചി. എന്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. ദി ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. നസ്ലിൻ വേറെ ലെവലാണല്ലേ. അതന്നെയല്ലേ? അല്ല, കണ്ണാടി ഫ്ലിപ്പ്. ഓ നൈസ്. മോളിവുഡ് ടൈംസ്, അഭിനവ് സുന്ദർ. മറ്റേ ലിയനാർഡോ ഡികാപ്രിയോയുടെ മീം. There it goes. June 5th. ഈ പടം നേരത്തെ ഇറങ്ങിയായിരുന്ന സിനിമയാണ്. അതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് ഡയറക്ടർ പുള്ളിയാണ്, എഡിറ്റർ പുള്ളിയല്ല. ഹീസ് എ ഫാന്റാസ്റ്റിക് എഡിറ്റർ. പ്രൊഡ്യൂസ്ഡ്, റിട്ടൺ ബൈ രാമു സുനിൽ, സിനിമാറ്റോഗ്രാഫി വിശ്വജിത്ത് ഒടുക്കത്തിൽ, ജേക്സ് ബിജോയ് മ്യൂസിക്, എഡിറ്റർ നിതിൻ രാജ് ആരോൾ ആൻഡ് ഡയറക്ടർ. ഓക്കെ, പുള്ളിയും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് പുള്ളിയുടെ പടത്തിന് ഭയങ്കര ഇഷ്ടം. അതായത് ഒരു എഡിറ്റർ സിനിമ എടുക്കുന്ന സമയത്ത് എന്താ പറയുമോ, ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്ററിൻ്റെ കൈ കൊടുക്കുമ്പോൾ അവിടെയാണ് സിനിമ ഉണ്ടാകുന്നത് എന്ന് ആൾക്കാർ പറയാറുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ട്രൂ. സോ എഡിറ്ററാണ് എന്ത് സീൻ പോണ്ട എന്നൊക്കെ തീരുമാനിച്ചത്. ബട്ട് ദർ ആർ ഡയറക്ടേഴ്സ് ഹു ആക്ച്വലി ഇൻ്റർഫിയർ ഇൻ ദിസ്. അത് എഡിറ്റേഴ്സിന് ഭയങ്കര ചൊറിയാണ്. ഈ എഡിറ്റേഴ്സിന് ചിലപ്പോൾ ലാഗൊക്കെ അടിക്കുന്ന സ്ഥലമൊക്കെ അവരിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഡയറക്ടർ അയ്യോ അതെന്താ സീൻ കട്ട് ചെയ്തതെന്നൊക്കെ പറ്റിയിട്ട് അതിങ്ങനെ
അവരൊരു വാക്ക് തർക്കമൊക്കെ വെച്ചിട്ട് അതിനെ ഇടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ബട്ട് വെൻ എൻ എഡിറ്റർ ബിക്കംസ് എ ഡയറക്ടർ, അയാളെ മനസ്സിൽ എന്താണോ അതേ അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പുള്ളി പോവില്ല. സോ ദാറ്റ്സ് വൈ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇസ് വെരി നൈസ്. സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സിംഗ് വിഷ്ണു ഗോവിന്ദ്, ആർട്ട് ആഷിക് എസ്, മാസ്റ്റർ റംസ കോസ്റ്റ്യൂം, റോണക്സ് മേക്കപ്പ്. ദ ഷോ ഗോസ് ഓൺ, ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് അടൂർ. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും രസമാണ്. എനിക്ക് ഇങ്ങനൊരു സാധനമാണ് അവർ പിടിച്ചേക്കണത്. ഇങ്ങനൊരു സാധനം എനിക്ക് എന്തായാലും 5-ാം തീയതി ഞാൻ ഈ പടം നേരത്തെ ഇറങ്ങായിരുന്ന സിനിമയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ തിങ്ക് ക്ലാഷ് വന്നുകൊണ്ടായിരിക്കും. ബിക്കോസ് ഈ മാസം ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം. ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു സിനിമ ഡയറക്ടർ ഞാൻ പുള്ളിയുടെ പടമാണ്. എനിക്കൊരു യൂഷ്വൽ സാധനമായിട്ട് തോന്നുന്നില്ല. ലെറ്റ് സി, ദർ വിൽ ബി സം കൈൻഡ് ഓഫ് എ വൈൽഡ് പരിപാടി. അല്ലാതെ പുള്ളി ഒരു പടം എടുക്കുമെന്ന് എനിക്ക് ഒരു നോർമൽ ഇതേപോലത്തെ ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു നോർമൽ ഒരു പയ്യൻ്റെ ആഗ്രഹവും അങ്ങനെയൊക്കെയാണ്. അതായിരിക്കാൻ വഴിയില്ല. നമുക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്തായാലും സിനിമയുടെ ട്രെയിലർ കണ്ടത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറയട്ടെ. ഓക്കെ, 5-ാം തീയതി പടം കാണാൻ പോവാം. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ശരി എന്നാൽ.